വീട് നിറച്ചും ചെരുപ്പാണ്. സാധാരണ നമ്മൾ മുൻവശത്തും പുറകുവശത്തൊക്കെയേ ചെരുപ്പ് കാണുള്ളൂ. പക്ഷേ ഈ വീട്ടിൽ അങ്ങനെയല്ല. ഒരു ചെരുപ്പ് കട തന്നെ തുടങ്ങാം. അല്ലെങ്കിൽ ചെരുപ്പിന് വേണ്ടി ഒരു മുറി തന്നെ എടുക്കേണ്ടി വരും. അത്രക്ക് ചെരുപ്പ്. ഈ ചെരുപ്പ് വാങ്ങിച്ചു കൂട്ടുന്നത് വേറെ ആരുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയാണ്. പുള്ളിക്കാരത്തിക്ക് കാണുന്ന സ്ഥലത്ത് നിന്നൊക്കെ ചെരുപ്പ് വാങ്ങിക്കും. എന്തോരം ചെരുപ്പാണ്. കുറേ ചെരുപ്പുകളൊക്കെ ഞാനും അതിൽ നിന്ന് എടുത്തിടും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തിൻ്റെ വെറൈറ്റി ചെരുപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പുകളൊക്കെ പെറുക്കി ഒരു കൂടിൻ്റെ അകത്താക്കാം. പുള്ളിക്കാരത്തിക്ക് മാത്രമല്ല ചെരുപ്പ് ഉള്ളത്, കുട്ടികൾക്കും കുറേ ചെരുപ്പുകളുണ്ട്. കട്ടിൻ്റെ അടിയിൽ നിന്ന് ചെരുപ്പ്, എവിടെയൊക്കെ മൂലയുണ്ടോ അവിടെ നിന്നൊക്കെ ചെരുപ്പിൻ്റെ കൂട്ടങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ചെരുപ്പുകൾ എന്ത് ചെരുപ്പായതുകൊണ്ട് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല. കാരണം അതൊക്കെ മിക്കതും തന്നെ പുതിയ ചെരുപ്പുകളാണ്, പൊട്ടാത്ത ചെരുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കളയാനും തോന്നില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടി അടക്കി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അത്ര